നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാത്വേ ആണ് ഗ്ലൈക്കോളിസിസ് പാത്വേ അല്ലെങ്കിൽ എംബഡൻ മെയർഹോഫ് പാത്വേ എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് ആണ്. എന്തിന്? നമ്മുടെ ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഗ്ലൈക്കോജനെ പൈറുവേറ്റും ലാക്റ്റേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ്. ഈ ഗ്ലൈക്കോളിസിസ് പാത്വേക്ക് കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ആദ്യത്തെ സിഗ്നിഫിക്കൻസ് ആണ് ഗ്ലൈക്കോളിസിസ് നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത ഒരു സിഗ്നിഫിക്കൻസ് ആണ് ഇത് എയറോബിക് കണ്ടീഷനും അതുപോലെ തന്നെ എനേറോബിക് കണ്ടീഷനിലും ഒക്യൂർ ചെയ്യും. അതായത് ഓക്സിജൻ്റെ പ്രസൻസിലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിലും ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. അതുപോലെ തന്നെ മറ്റൊരു സിഗ്നിഫിക്കൻസ് ആണ് നമ്മുടെ മൈറ്റോകോൺട്രിയ ലാക്ക് ആയിട്ടുള്ള ടിഷ്യൂസിലും ATP സിന്തസിസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇങ്ങനെ മെയിൻലി 4 സിഗ്നിഫിക്കൻസ് ആണ് ഗ്ലൈക്കോളിസിസ് പാത്വേക്ക് നമുക്ക് വരുന്നത്. ഗ്ലൈക്കോളിസിസ് പാത്വേ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗ്ലൂക്കോസ് ഹെക്സോകൈനേസിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. ഇവിടെ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഗ്ലൂക്കോസിൻ്റെ 6ാമത്തെ കാർബൺ ആറ്റത്തിലെ ഒരു എച്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ആവുന്നു. അടുത്ത ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ് നടക്കുന്നത്. അതായത് 2ാമത്തെ കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് O വരുന്നു. അതാണ് ഇവിടുത്തെ ചേഞ്ച്. അടുത്ത ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ നമ്മൾ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്തിൻ്റെ പ്രസൻസിൽ? ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ 1ാമത്തെ കാർബൺ ആറ്റത്തിലും അതുപോലെ തന്നെ 6ാമത്തെ കാർബൺ ആറ്റത്തിലും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇനി ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ഫ്രക്ടോസ് ബൈഫോസ്ഫേറ്റ് ആൽഡോസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അതായത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും അതുപോലെ തന്നെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും അവിടെ ഫോം ആവും. ഈ ഫോം ചെയ്തിട്ടുള്ള ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും അതുപോലെ തന്നെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കും. നമുക്കിപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ അത് 1,3 ബൈഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായിട്ട് മാറും. ഇവിടെ വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൻ്റെ 1ാമത്തെ കാർബൺ ആറ്റത്തിലും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അവിടെ ഒരു H ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരും. അടുത്ത ഈ 1,3 ബൈഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ അത് 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്നു. ഇനി ഈ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് മ്യൂട്ടേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ് നടക്കുന്നത്. അതായത് 3ാമത്തെ കാർബൺ ആറ്റത്തിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 2ാമത്തെ കാർബൺ ആറ്റത്തിലോട്ട് മാറുന്നു. ഇനി അടുത്തത് ഈനോലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ഈ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് കൈനേസിൻ്റെ പ്രസൻസിൽ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ശേഷം ഈ ഫോം ചെയ്ത പൈറുവേറ്റ് മൈറ്റോകോൺട്രിയൽ സെല്ലിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഫർദർ ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നു.